മഴ മുന്നറിയിപ്പ് വിവരങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സർക്കാർ തലത്തിലുള്ള ധനസഹായത്തിന്റെ വിവരങ്ങൾ റിനു ശ്രീധർ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഈ ഒരു റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു ഇന്നലെ എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിലൊക്കെ. അതിലൊക്കെ ഇന്ന് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. മഴ മുന്നറിയിപ്പ് നോക്കുമ്പോൾ ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് ഓറഞ്ച് അലേർട്ടാണ്. മാത്രമല്ല പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, വയനാട് ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ടും നിലനിൽക്കുകയാണ്. നാളെയും ഇതുതന്നെയായിരിക്കുമോ സാഹചര്യം? വടക്കൻ മധ്യ കേരളത്തിൽ മഴയും കാറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഈ കാര്യത്തിൽ വന്നിരിക്കുന്നത്? നാളെ വിവിധ ജില്ലകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മഴയുടെ തോത് സംബന്ധിച്ച് എന്തൊക്കെ വിശദാംശങ്ങളാണ് നൽകാനുള്ളത്? ജി.കെ., സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഇന്നലെയൊക്കെ അപേക്ഷിച്ച് ഇന്ന് മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്, മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് പലയിടങ്ങളിലും എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലാകട്ടെ കാര്യമായ മഴ അങ്ങനെ കാര്യമായ മഴ പെയ്യുന്നില്ല. പക്ഷേ മലയോര മേഖലയിൽ മഴ ലഭിക്കുന്നുണ്ട് താനും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്, ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതേസമയം ഈ മലയോര മേഖലകളിലും വടക്കൻ കേരളത്തിലും അത് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കാണ് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ്. 11 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ ഈ ജില്ലകളിൽ ലഭിക്കാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കാണുന്നത്. അപ്പോഴും ജി.കെ., ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി റെഡ് അലേർട്ടിന് സമാനമായ മഴ പെയ്ത ഇടങ്ങളാണ് ഇടുക്കിയും അതുപോലെ കണ്ണൂർ, കാസർഗോഡ്, വയനാട് പോലുള്ള ജില്ലകളിലൊക്കെ. 200 മില്ലിമീറ്ററിന് മുകളിൽ, അതായത് 20 സെന്റിമീറ്ററിന് മുകളിൽ മഴയാണ് കഴിഞ്ഞ ദിവസം ഇടുക്കിയിലെ പല ഇടങ്ങളിലും, ഇടുക്കിയിലെ പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലകളിൽ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിൽ പോലും റെഡ് അലേർട്ടിന് സമാനമായ ജാഗ്രത ഈ 3 ജില്ലകളിലും തുടരണം, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ തുടരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ സംവിധാനങ്ങളും പൊതുജനങ്ങളും ആ തരത്തിലെ ജാഗ്രത തുടരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുമാത്രമല്ല, മറ്റു ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് ഇന്ന് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ് ഇന്ന് നൽകിയിരിക്കുന്നത്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ്. 7 മുതൽ 11 സെന്റിമീറ്റർ വരെ മഴ ഈ ജില്ലകളിൽ ലഭിക്കും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. നാളെ മുതൽ ഈ മഴയുടെ ഒരു ട്രാക്ക് മാറുകയാണ്. അതായത് വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ എന്ന നിലയിലേക്ക്, വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും ശക്തമായ മഴ എന്ന നിലയിലേക്ക് നാളെ മുതൽ അടുത്ത 3 ദിവസം ആ മഴയുടെ ട്രാക്ക് അങ്ങനെ മാറുകയാണ്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റന്നാളാകട്ടെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനുശേഷം മഴയുടെ തീവ്രത കുറയും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പക്ഷേ ഇന്ന് രാത്രിയുമൊക്കെ പലയിടങ്ങളിൽ, പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെ കാര്യമായ മഴയുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെയൊക്കെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ഈ ശക്തമായ കാറ്റ് മൂലം മരങ്ങൾ കടപുഴകി വീണുകൊണ്ടുള്ള അപകടങ്ങൾ സംസ്ഥാനത്ത് പലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനാൽ പൊതുജനങ്ങൾ കർശനമായ ജാഗ്രത തുടരണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജി.കെ., ഇതിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്, നേരത്തെ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിരുന്നു. അത് തീവ്ര ന്യൂനമർദ്ദമായി, അത് വെൽ മാർക്ക് ഡിപ്രഷനായി അത് മാറി. അതിപ്പോൾ വടക്കു പടിഞ്ഞാറൻ മധ്യപ്രദേശിന് മുകളിലാണ് ആ തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നത്. അത് അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി അതിൻ്റെ ശക്തി കുറയുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇതിൻ്റെ പ്രഭാവത്താൽ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്വാധീനമാണ് സംസ്ഥാനത്ത് ഇത്ര കണ്ടു മഴ കനക്കാൻ കാരണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ അലക്സ്, ഈ ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ജില്ലകളുടെ കാര്യം ഇപ്പോൾ അലക്സ് പറഞ്ഞല്ലോ. അവിടെ അതിതീവ്ര മഴ, അതായത് വെരി ഹെവി റെയിൻഫാൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന മഴയ്ക്കാണോ സാധ്യത പറയുന്നത് കാലാവസ്ഥാ പ്രവചനത്തിൽ? അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ മുൻകരുതലുകളാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്? മാത്രമല്ല, നദീതീരങ്ങളിൽ കഴിയുന്നവർക്ക് പ്രത്യേകം ഒരു മുൻകരുതൽ ആവശ്യമായിട്ടുണ്ടോ? ഈ പലയിടങ്ങളിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ അണക്കെട്ടുകൾ, അതിൻ്റെ ജലനിരപ്പ് ഉയരുന്നത് നമ്മൾ കണ്ടു. കല്ലാർകുട്ടിയിലും പൊന്മുടി, പാമ്പ്ള, മലങ്കര അണക്കെട്ടുകളൊക്കെ തന്നെ വെള്ളം തുറന്നു വിടുന്നുണ്ട്. അവിടുന്ന് ആ ജലനിരപ്പ് ഉയരുന്നതനുസരിച്ച് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഏതെങ്കിലും മേഖലകളിൽ പ്രത്യേകമായ കരുതൽ ആവശ്യമായിട്ടുണ്ടോ? ഒരു വെരി ഹെവി റെയിൻഫാൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 115 മുതൽ ഒരു 204 mm വരെ മഴ 24 മണിക്കൂർ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണല്ലോ കണക്ക്, അലക്സ്.
ജി.കെ. തീർച്ചയായും അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കണക്കുണ്ട്. അതായത് ഇന്നലെ രാവിലെ 8:30 മുതൽ ഇന്ന് രാവിലെ 8:30 വരെയുള്ള 24 മണിക്കൂറിൽ പെയ്ത മഴയുടെ തോതാണ്. അത് ഇടുക്കി ജില്ലയിൽ പെയ്ത മഴയുടെ തോത് ഇങ്ങനെയാണ്. വാഗപുര ടോപ്പ് എന്ന് പറയുന്ന സ്റ്റേഷനിൽ 259 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. വാഗുവര ലോവറിലാവട്ടെ 231 മില്ലിമീറ്റർ മഴ ലഭിച്ചു. കാപ്പിക്കളം എന്ന സ്റ്റേഷനിലാകട്ടെ 228 മില്ലിമീറ്റർ മഴ. ബാണാസുര കൺട്രോൾ ഷാഫ്റ്റിലാണെങ്കിൽ 210.4 മില്ലിമീറ്റർ മഴ. ഇടുക്കിയിലെ തന്നെ ലക്ഷ്മി വെസ്റ്റിൽ 203 മില്ലിമീറ്റർ മഴ. തിരുനെല്ലിയിൽ 198 മില്ലിമീറ്റർ മഴ. ലക്ഷ്മി എസ്റ്റേറ്റിൽ 194 മില്ലിമീറ്റർ മഴ. വാഗപുര നാവലിൽ 191 മില്ലിമീറ്റർ മഴ. അതായത് അതിതീവ്ര മഴ ഈ ഇടുക്കിയിലെയും വയനാട്ടിലെയും പല പ്രദേശങ്ങളിലും ലഭിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴ കണ്ണൂരിലെയും കാസർഗോഡിലെയും ഈ വടക്കൻ കേരളത്തിലെ മലയോര മേഖലകളിലും ലഭിച്ചിട്ടുണ്ട്. അതിനാൽ ആ ജാഗ്രത, റെഡ് അലേർട്ടിന് സമാനമായി ആ ജാഗ്രത തുടരണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. അത് അങ്ങനെ തന്നെ ഈ മണിക്കൂറിലും അല്ലെങ്കിൽ ഇന്ന് രാത്രിയും അതുപോലെ നാളെയും ആ ജാഗ്രത അതുപോലെ തന്നെ തുടരേണ്ടതുണ്ട്. ഇതിൽ റവന്യൂ വകുപ്പ് വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ദുരന്ത നിവാരണ അതോറിറ്റി റവന്യൂ വകുപ്പും വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, വടക്കൻ കേരളത്തിലും ഒപ്പം ഇത്തരം മലയോര ജില്ലകളിലും നേരത്തെ തന്നെ മുന്നറിയിപ്പ്, റെഡ് അലേർട്ടിന് സമാനമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ റെഡ് അലേർട്ട് ആ മേഖലകളിൽ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും, അവിടെ ഓറഞ്ച് അലേർട്ടാണ് നൽകിയിരിക്കുന്നതെങ്കിൽ പോലും റെഡ് അലേർട്ടിന് സമാനമായ ജാഗ്രത തുടരണം. കാരണം ഇന്നലെ ഇടുക്കിയിലടക്കം ഗ്യാപ് റോഡിലടക്കം മണ്ണിടിഞ്ഞ് വീഴുന്നത് പോലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണിയൊക്കെ ആ മേഖലകളിൽ പലയിടങ്ങളിലുമുണ്ട്. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ജി.കെ. പ്രധാനപ്പെട്ട കാര്യം. ശരി അലക്സ്, ഏതായാലും അലക്സ് പറഞ്ഞ പോലെ തന്നെ ഓറഞ്ച് അലേർട്ടാണ് ഈ ജില്ലകൾക്ക് നൽകിയിട്ടുള്ളത് എങ്കിൽ പോലും റെഡ് അലേർട്ടിന് സമാനമായ രീതിയിലുള്ള മുൻകരുതലുകളും ജാഗ്രതയും തുടരണം. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രധാനപ്പെട്ട നദീതീരങ്ങളിൽ കഴിയുന്നവർ, കടൽ തീരങ്ങളിൽ കഴിയുന്നവർ, മലയോര മേഖലയിൽ കഴിയുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധ എടുക്കേണ്ടതുമാണ്.